ഈ MDMA-യുമായിട്ട് പിടിക്കപ്പെടുന്ന പെൺകുട്ടികൾ, ഈ അടുത്തൊരു നഴ്സിംഗ് വിദ്യാർത്ഥിനി വർഷ, തൊട്ടു മുമ്പ് പവിത്ര, അപ്പൊ ഇവരെയൊക്കെ ഒരു പ്രത്യേകത, ഈ പിടിക്കപ്പെടുന്ന പവിത്രയോടൊപ്പം പിടിക്കപ്പെടുന്നത് അജ്മൽ, വർഷയോടൊപ്പം അമീർ. ഇത് എന്തുകൊണ്ടായിരിക്കും? ഇതിന്റെ ഒരു കെമിസ്ട്രി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജോണേട്ടാ. കേസുകൾ ധാരാളം ഉണ്ട്, ഇപ്പോൾ ഒരുപാട് കേസുണ്ട്. ഒരുപാട് കേസ് എക്സൈസ് തന്നെ ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. എക്സൈസ് അവർക്ക് ഈ പറയുന്ന പോലെ പിടിക്കുന്ന NDPS കേസാണ്. NDPS കേസ് എടുത്ത് വെച്ചിട്ട് ഇതിനെ മതപരമായി തിരിക്കാനൊന്നും എക്സൈസിനെ കൊണ്ട് നടക്കത്തില്ല. മതപരമായ സ്വാധീനം ഉണ്ടോ? ഇല്ല, മതപരമായ സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല. ലവ് ജിഹാദ് ഉണ്ടോന്നും ഇല്ലയോ എന്ന് പോലും ഹൈക്കോടതി അല്ല സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഈ പിടിക്കപ്പെടുന്ന കേസുകളിലെ പ്രതികളെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് വരുന്ന പേരുകളൊക്കെ ഇങ്ങനെയുള്ള പേരുകൾ വരുന്നു എന്നുള്ളത് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പറയുമ്പോൾ പലരും വർഗീയതയാണെന്ന് പറയും. പക്ഷേ ഇതിന്റെ ചാർട്ട് പരിശോധിക്കുമ്പോൾ വലിയ ചാർട്ടാണ്. എക്സൈസിന്റെ എടുത്തിരിക്കുന്ന വലിയ ചാർട്ടുണ്ട്, വലിയ ലിസ്റ്റുകളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഓരോ കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ സംസ്ഥാനത്ത് ജോണേട്ടൻ അറിഞ്ഞോ എന്നെനിക്കറിയില്ല, പലരും ശ്രദ്ധിച്ചു കാണത്തില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വിമുക്തി കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് 3 ഇടത്ത്. ആദ്യം ഇത് ആരംഭിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. അത് 2021 സ്ത്രീകൾക്കായി വിമുക്തി കേന്ദ്രം സ്ഥാപിച്ചു. ലഹരി വിമുക്തി കേന്ദ്രം സ്ഥാപിച്ചു. മോചന കേന്ദ്രം വിമുക്തി എന്നാണ് എക്സൈസിന്റെ പരിപാടിയുടെ പേര്, വിമുക്തി. അപ്പോൾ എക്സൈസ് അതിന് ഇട്ടിരിക്കുന്ന പേര് അതാണ്. പിന്നീട് അത് തൃപ്പൂണിത്തുറയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ സ്റ്റാർട്ട് ചെയ്തു. 3 ഇടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത്. പക്ഷെ അവിടുത്തെ കണക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കണക്കാണ് ജോണേട്ടൻ പറഞ്ഞ ഒരു പിതാവ് എന്ന നിലയിൽ താങ്കളെ പോലും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. അവിടെ കൊണ്ടുവരുന്ന കുട്ടികളുടെ എണ്ണം 2018 449 പേര്. 2018 ഇത് അവിടെ കൊണ്ടുവന്നതല്ല, 2021 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 2018 ഈ പറയുന്ന എക്സൈസിൽ വിമുക്തിക്കായി എത്തിയ സ്ത്രീകളുടെ എണ്ണം 449. 21 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ 105. 21 വയസ്സെന്ന് പറയുന്നത് താഴെ എന്ന് പറയുമ്പോൾ അതിന് കറങ്ങി 12 വയസ്സ് വരെ എത്തുന്നുണ്ട്. ആ 12 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളവരാണ് ഈ 105 പേര്. 2019 1724 സ്ത്രീകൾ, എണ്ണം കുത്തനെ കൂടി. 1724 സ്ത്രീകൾ, 329 12-നും 21-നും ഇടയ്ക്ക് പെൺകുട്ടികൾ. 2020 3151 സ്ത്രീകൾ. കുട്ടികൾ 21 വയസ്സ് താഴെയുള്ള 21 വയസ്സെന്ന് വെച്ചാൽ 21 അരയെ പോലും ഈ കണക്കിൽ കൂട്ടിയിട്ടില്ല. 21 അര വയസ്സല്ല, 22 എന്ന കാറ്റഗറി ഇത് പെടുത്തിയിട്ടില്ല. 21 അതുവരെ ഉള്ളൂ. 22 21 തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരു വർഷത്തിന് വ്യത്യാസമുള്ളൂ. അത് ഈ കണക്കിൽ പെട്ടിട്ടില്ല. പിന്നെ 2020 3151, 21 താഴെ 204, ക്ഷമിക്കണം 2021 2704, പിന്നെ അല്ലാത്തത് 117. ഈ 2020 ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് 3151. എന്താണെന്നറിയാമോ? 2020 കൊറോണ വന്നു, ഇത് കിട്ടാതായി, ഇത് കിട്ടാതായി, പ്രശ്നമായി. മനസ്സിലായോ? പല കുടുംബങ്ങളും മറച്ചു വെച്ച ആ കഥകൾ എക്സൈസിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെയാണ് എക്സൈസ് ഈ കോവിഡിന്റെ സമയത്ത് ഒരുപാട് കുട്ടികൾ, ആ സമയത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പേരെ ഒരുപാട് പെൺകുട്ടികളെ എക്സൈസിന് ഹോസ്റ്റലിൽ നിന്നും വീടുകളിൽ എത്തിയ പെൺകുട്ടികളെ വീട്ടിൽ നിന്നും എക്സൈസിന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ എക്സൈസിന് പുറത്തു വരാത്ത കോവിഡ് സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് അറിയാക്കഥകളിലെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്. എക്സൈസിന് വീടുകളിലെത്തി വീട്ടുകാരുടെ അപേക്ഷ പ്രകാരം രഹസ്യമായി സിവിൽ ഡ്രസ്സിലെത്തി എക്സൈസ് ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ പല പെൺകുട്ടികളെയും വിമുക്തി കേന്ദ്രത്തിൽ, അതായത് ഹോസ്റ്റലിൽ നിന്ന് വന്ന പെൺകുട്ടികളാണ്. ഹോസ്റ്റൽ അടച്ചു, വീട്ടിലേക്കായി, വേറെ വഴിയില്ല, കിട്ടാൻ മാർഗമില്ല, പ്രശ്നമായി, മാറ്റിച്ചു. പിന്നെ 21 കണക്ക് ഞാൻ പറഞ്ഞു. 2022 1960 സ്ത്രീകൾ, 102 പെൺകുട്ടികൾ. ഇതിലൊരു വലിയ കണക്ക് എക്സൈസ് നമ്മളോട് പറയുന്നത്. പിന്നെ 2021 24 23 2786, അതിൽ തന്നെ 500 സംതിങ് ഉണ്ട്. ഇനി 24 കണക്ക് വരാതിരിക്കുന്നതേ ഉള്ളൂ. 24 ഡിസംബർ ആവണ്ടേ, അപ്പോഴല്ല കണക്ക് വരികയുള്ളൂ. ഇതിൽ തന്നെ എക്സൈസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പല മാതാപിതാക്കളും പറയുന്നു ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം. ലഹരിക്കയുടെ പ്രശ്നം എക്സൈസ് ഇത് അറിയുന്നു. വീട്ടിൽ പ്രശ്നമായി പല ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹിക പ്രവർത്തകർക്ക് വഴി എക്സൈസ് ഈ വിവരം അറിഞ്ഞ് എക്സൈസ് രഹസ്യമായി ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. എക്സൈസിന്റെ വിമുക്തി കേന്ദ്രങ്ങളുണ്ട്.
എക്സൈസ് രഹസ്യമായി അറിഞ്ഞുകൊണ്ട് എക്സൈസ് ഒരു പദ്ധതി നടക്കും, ഉണർവിന്റെ ഭാഗമായിട്ട് ഇവരെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് രഹസ്യമായി എക്സൈസ് ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങൾ ആരെയും അറിയിക്കില്ല, നമുക്കിത് ചെയ്യാം, കൈകാര്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇവർ പലരും ഇത് മറച്ചിട്ട് ഈ കണക്ക് ഇത് ഈ പറയുന്ന ഫിഗറിന്റെ 4 or 5 ഇരട്ടി വരും നമ്മൾ ഇതിന്റെ യഥാർത്ഥ കണക്കെടുത്താൽ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ലാസ്റ്റിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടുപുഴ കേസ്, കൂട്ടുപുഴ സംഭവം, കൂട്ടുപുഴ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കണ്ണൂർ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ എത്തിയ ഒരു മാരുതി സ്വിഫ്റ്റ് കാർ യാസർ റാഫത്ത് ഓടിച്ചിരുന്നവൻ, യാസർ റാഫത്ത് വണ്ടി തടഞ്ഞു. എക്സൈസിന് സംശയമായി. 2 ഉദ്യോഗസ്ഥർ കയറി. ഒരാൾ ഫ്രണ്ടിൽ കയറി പരിശോധിച്ചു, ബാക്കിൽ പരിശോധിച്ചു. ഫ്രണ്ടിൽ ഇരുന്ന ആളെ ഇവൻ ചവിട്ടി വെളിയിലിട്ടു. എന്നിട്ട് ഇവൻ വണ്ടി എടുത്തുകൊണ്ട് വലിഞ്ഞു. കൂട്ടുപുഴയിൽ നിന്ന് 3 കിലോമീറ്ററോളം വണ്ടി പോയി. വണ്ടി ലോക്കാക്കി കളഞ്ഞു. വണ്ടിയുടെ സ്പീഡ് കാരണം ഈ പുറകിലിരിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥന് ചാടാൻ വയ്യ. പുള്ളി 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കത്തിയാട്ടി ഇയാളെ ഇറക്കി വിട്ടു. വണ്ടി പോയത് മലപ്പുറം ഭാഗത്തേക്കാന്ന് എക്സൈസ് കണ്ടുപിടിച്ചു. പോലീസിന്റെ സഹായത്തോടെ അവിടെ പള്ളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ പരിശോധന നടത്തി. അവിടെ ഒന്ന് പിടിച്ചു. യാസർ റാഫത്ത് പറഞ്ഞ പ്രകാരം യാസർ റാഫത്തിനെ ആദ്യം പിടിച്ചു. അവനെ ചോദ്യം ചെയ്തു. അവനിൽ നിന്ന് കിട്ടിയ മൊഴി ഷെഫീഖ്, ഭാര്യ സൗദ, ഷെഫീദ്, അഫ്നാൻ, ഈ 4 പേർ പിടിയിൽ. ഈ 4 പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട ആള് സൗദയാണ് ഇതിന്റെ കളി. ഇത് മയക്കുമരുന്ന് എത്തുന്നത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ എത്തിക്കും. ബംഗളൂരിൽ നിന്നാണ് ഇത് പ്രധാനമായി എത്തുന്നത്. അതിനു മുമ്പുള്ള കണക്ഷൻ എക്സൈസിന്റെ സംശയം ശ്രീലങ്കയിൽ നിന്നും ഇത് ഇന്ത്യയിൽ ഏതോ ഒരു എയർപോർട്ട് വഴി ബംഗളൂരുവിൽ എത്തുന്നു. ബംഗളൂരുവിൽ നിന്ന് ഇത് മലപ്പുറം കോഴിക്കോട് മേഖലയിൽ എത്തുന്നു. അവിടെ നിന്ന് ചെറിയ പാക്കറ്റുകളായി മാറുന്നു. 1 ഗ്രാമിന് 5000 രൂപ. അന്നത്തെ എക്സൈസിന്റെ കണക്ക് പ്രകാരം 1 ഗ്രാമിന് 5000 രൂപ. സൗദയെ പിടിക്കുമ്പോൾ സൗദയുടെ പക്കലുണ്ടായിരുന്ന 260 ഗ്രാം. വില നോക്കണം. ഇത് എവിടേക്ക് പോകുന്നു എന്നുള്ള എക്സൈസ് അന്വേഷിച്ചു. കൊച്ചിയിലേക്ക്. ലക്ഷ്യം വെക്കുന്നത് IT പ്രൊഫഷണൽ ആയിട്ടുള്ള പെൺകുട്ടികൾ, വിദ്യാർത്ഥിനികൾ. എല്ലാം വിദ്യാർത്ഥിനികളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് പോകുന്നത്. സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട്. ഇനിയും ഞാൻ കഥകൾ ഒരുപാട് പറഞ്ഞുതരാം. ആലുവ പുഴ, പത്മസരോവരം വീട് കേട്ടിട്ടുണ്ടോ? പത്മസരോവരം വീട് കേട്ടിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ദിലീപിന്റെ വീടാണ്. ദിലീപിന്റെ വീടിന്റെ സൈഡിലൂടെ താഴേക്ക് ഒരു വഴി കിടപ്പുണ്ട്, ആലുവ പുഴയോട് ചേർന്ന്. ആ റോഡ് താഴോട്ട് നടന്നു ചെല്ലണം. ആലുവ പുഴയുടെ തീരത്തൂടെ നമ്മൾ ആ പുറകുവശത്ത് ഭാഗത്തേക്ക് നടന്നു ചെല്ലണം. അവിടെ നമുക്ക് കുളിക്കടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അങ്ങേ അറ്റത്തോട്ട് ചെല്ലണം. അങ്ങേ അറ്റത്തോട്ട് ചെല്ലുമ്പോൾ ഈ കാഴ്ച നമുക്ക് നേരിട്ട് കാണാം. അത് ശരി. സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ കോളേജ് വിദ്യാർത്ഥിനികളൊക്കെ വന്ന് ഈ സാധനം അവിടെ നിന്ന് ഉപയോഗിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. എങ്ങനെ കണ്ടെന്നറിയാമോ? ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. എന്താണെന്നറിയാമോ? ഞാൻ നടൻ ദിലീപിനെ ചോദ്യം ചെയ്യുന്ന സമയം, ആ സമയത്താണ് എന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ഞാനത് ഈ പറയുന്ന പോലെ ഞാനും നമ്മുടെ ഓഫീസിലെ വാഹനം ഓടിക്കുന്ന ആളും കൂടെ ഈ പുഴയുടെ സൈഡിൽ കൂടെ നടന്നു ചെന്നപ്പോഴാണ് ഇതിന്റെ ഒരു ഉപയോഗം. ഞങ്ങളെ കണ്ടപ്പോൾ ഇവർ വലിയ പറഞ്ഞു. അത് മേളിലത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് പോയി ഓടിക്കളഞ്ഞു മേളിലോട്ട്. ഇത് കണ്ടു, നമ്മളിത് കണ്ടു. വിജനമായ പ്രദേശമാണ്. വിജനമായ പ്രദേശമൊന്നുമല്ല. ഇവിടെ മേളിൽ പോലീസ് കിടക്കുക. എവിടെ പോലീസ്? ഇദ്ദേഹത്തിന്റെ വീടിന് സുരക്ഷയൊരുക്കാൻ പോലീസ് കിടപ്പുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിലര് അപ്പുറം ഇപ്പുറം പോയിട്ട് ഡ്രൈവർ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച അവിടെ കണ്ടു എന്ന് പറഞ്ഞു. അതൊക്കെ ഇവിടെ സ്ഥിരമാണ്. അവര് ഉപേക്ഷിച്ച സാധനം അവര് പറഞ്ഞു ഇതൊക്കെ സ്ഥിരമാണെന്ന് പറഞ്ഞു. നമ്മുടെ റിപ്പോർട്ടർ ദിബിൻ, അങ്കമാലി റിപ്പോർട്ടർ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഈ സാധനം പിടിക്കാൻ പറഞ്ഞു. അവൻ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഓരോന്നായിട്ട് ശേഖരിച്ച് കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഇവർക്കതൊന്നും ഒരു മൈൻഡ് അല്ല, ഇവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഉണർവ് പദ്ധതി നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കി. തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂള് കഞ്ചാവ് പിടിച്ചു. എക്സൈസിന്റെ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഉണർവ് നടപ്പാക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇത് പിടിച്ചു, കഞ്ചാവ് പിടിച്ചു. കൂടുതലും കിട്ടിയത് പെൺകുട്ടികളായിരുന്നു, സ്കൂൾ കുട്ടികളായിരുന്നു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്, ചങ്ങനാശ്ശേരി സ്വദേശിനി. വർഷയെ പിടിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അമീർ വാഹനം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടിച്ചു, തടഞ്ഞു, കൈ കാണിച്ചു. സാധാരണ പോലീസിന്റെ പരിശോധന. പക്ഷേ അകത്തിരുന്നവർ ഇരുന്ന് വിയർത്തു. AC ഇട്ടിരുന്ന കാറിൽ. പോലീസിന് സംശയമായി. പോലീസ് കയറി പരിശോധിച്ചു. 2 പേർ പിടി, വർഷയും അമീറും. കൂടെ ഉണ്ടായിരുന്ന ഒരുത്തന് ഇറങ്ങി ഓടി. അവനെ പറ്റി ഇപ്പോഴും വലിയ വ്യക്തതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഈ വർഷയും കൊണ്ട് കോടതിയിൽ ഹാജരാക്കി. NDPS കേസുമായി ബന്ധപ്പെട്ട് വർഷയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവിടെ തളർന്നു വീണ വർഷയുടെ മാതാപിതാക്കളുടെ രംഗം അവിടെ നിന്ന് റിപ്പോർട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ വർഷയാണ് നഴ്സിംഗ് വിദ്യാർത്ഥി. ഇനിയുമുണ്ട് ഒരുപാട് കുട്ടികൾ, ഒരുപാട് പേര്.
ഇനി ഈ സൗദയ്ക്ക് മുമ്പ് അവിടെ കൈകാര്യം ചെയ്തിരുന്ന പിന്നെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ പേര് അത് ഞാൻ പറയാം, പോകുന്ന വഴിക്ക് പറയാം. അവരായിരുന്നു മലപ്പുറത്ത് പിന്നെ ഇതിന്റെ വലിയൊരു കച്ചവടം, സീനത്ത് മലപ്പുറത്ത് നിന്നുള്ള കൊച്ചിയിലേക്ക് മയക്കുമരുന്ന് നടക്കുന്ന സീനത്ത്. പിന്നെ സീനത്ത് പിടിയിലായി. സീനത്തിനെ പിന്നെ മഞ്ചേരി NDPS കോടതി 34 വർഷം ശിക്ഷിച്ചു. ഇപ്പൊ കുറച്ചാളായിട്ടുള്ളൂ ശിക്ഷാവിധി വന്നിട്ട്. മഞ്ചേരി NDPS കോടതി 34 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. സീനത്തിന്റെ കയ്യിൽ കോടികളുടെ മയക്കുമരുന്നായിരുന്നു. ഇതെല്ലാം ഒഴുകുന്നത് കൊച്ചിയിലേക്ക് ഒഴുകി കൊടുക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് കുട്ടികൾ, സ്ത്രീകൾ, വനിതകൾ ഇവരിലേക്ക് പെട്ടെന്ന് ഇവർക്ക് എത്തിപ്പെട്ടാൻ സാധിക്കുന്നു? ഇവരെ 2 രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. 2 ഗുണമാണ്. ഒന്ന്, ഇത് വിൽക്കുന്നതിലെ എമൗണ്ട്. 2, ശാരീരികമായിട്ടുള്ള ഉപയോഗം. ഈ 2 കാര്യങ്ങളിൽ ഇവരെ ഗുണപ്പെടുത്താം. പുരുഷന്മാർക്ക് കൊടുക്കുമ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു സാധനം, ഒന്നുകിൽ റിസ്ക് ഉണ്ട് പുരുഷന്മാർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിൽ. പുരുഷന്മാർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒന്നുകിൽ ഇവൻ ഇത് കിട്ടാതാവുമ്പോൾ ഇവരെ തന്നെ ഉറ്റുകൊടുക്കും. ആ ഒരു ബുദ്ധി ഇവന്റെ തലയിൽ ഉദിക്കും. സ്ത്രീകൾ അത്രത്തോളം ഡേഞ്ചർ ആകില്ല എന്നൊരു മനസ്സിലാവും. മാത്രമല്ല ഇവർക്ക് ക്യാഷ് കൊടുത്തില്ലെങ്കിൽ ഇവരെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കൊടുക്കുന്ന ഗ്രൂപ്പുകൾക്കും പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ഇന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കണം എന്ന ലക്ഷ്യം ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് എക്സൈസിന്റെ കണ്ടെത്തലാണ്. ഇത് എക്സൈസിനുള്ളിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ കൗൺസിലിംഗ് നടത്തി കണ്ടെത്തിയ കാര്യമാണ്. പിന്നെ ഇനി ഞാൻ വേറെ കഥ പറഞ്ഞുതരാം. 2022 കൊച്ചി ദേശാഭിമാനി റോഡ് ഒരു ഇരുചക്ര വാഹന യാത്രികരനെ ഒരു കാർ ഇടിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. മരിച്ചു അയാൾ. വാഹനം നിർത്താതെ പോയി. പോലീസ് CCTV പരിശോധിച്ചു. CCTV പരിശോധിച്ചപ്പോൾ തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 500 മീറ്റർ അകലെ ഈ കാർ നിർത്തി. ആ CCTV അതിൽ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിലെ 2 യൂണിഫോം 2 പെൺകുട്ടികൾ ഇറങ്ങിപ്പോയി. കാറ് മുന്നോട്ട് പോയി. ഈ കാറ് കണ്ടുപിടിച്ചു. ഇവന്മാരെ 2 പിടികൂടി. പിന്നെ എറണാകുളം സൗത്ത് പോലീസ് ആണെന്ന് എൻ്റെ ഓർമ്മ. കൃത്യമായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അവിടെയാണ് കേസ് നടന്നത് എന്ന ഓർമ്മയുണ്ട്. കാര്യം ഒന്നിൽ സ്റ്റേഷൻ ഷിഫ്റ്റ് ചെയ്യോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റേഷന്റെ പരിധിയാണ് ആയിരിക്കണം ഇത്. ഈ വാഹനത്തിൽ നിന്ന് 2 പെൺകുട്ടികൾ പോയി. വാർത്ത എടുത്താൽ കാണാം. ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഈ 2 പെൺകുട്ടികളെ അന്വേഷിച്ചു പോയി പോലീസ്. ഈ കുട്ടി, ഈ വാഹനം അപകടപ്പെടുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിൽ നന്നായി മിടുക്കിയായി പഠിക്കുന്ന പെൺകുട്ടി, ആ വീട്ടിലെ പുസ്തകങ്ങൾ മുഴുവൻ ഈ കുട്ടി വലിച്ചെറിഞ്ഞു, കീറിയെറിഞ്ഞു. പിന്നെ ടേബിൾ ലാമ്പ് കത്തിച്ചു. ഈ പെൺകുട്ടി ടേബിൾ ലാമ്പ് കത്തിച്ചിട്ട് നഖം അത് വെച്ചുരുക്കി. ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യലിനായിട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ അവിടെ നിൽപ്പുണ്ട്. അവിടെ വനിതാ സെല്ലിന്റെ, അതായത് സ്റ്റേഷന്റെ വലത് ഭാഗത്ത് വനിതകൾക്കും കുട്ടികൾക്കും ഒക്കെ ഇരിക്കാൻ വേണ്ടി ഒരു സൗകര്യത്തിൽ ഇരുത്തിയിരിക്കുന്ന ഒരിടത്ത് വെച്ചിട്ടാണ് ഈ കുട്ടി അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുകയാണ്. ഈ കുട്ടിയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. ഒരു വയലന്റ് ആയ ഒരു കുട്ടി അമ്മയൊക്കെ പിടിച്ച് തള്ളിക്കൊണ്ട് കയറി പോകുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടു. പിന്നീട് അതിനെ കൗൺസിലിങ്ങിനൊക്കെ മാറ്റി. അപ്പോൾ തന്നെ നമ്മൾ മാറിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമ്മുടെ ക്യാമറ കാണുമ്പോൾ ഒരുപക്ഷെ ഈ കുട്ടി കൂടുതൽ ഇതാവും. ഒരുപക്ഷെ അവിടെ പിന്നീട് ഒരു ആത്മഹത്യയിലേക്ക് പോലും തോന്നും. അതുകൊണ്ട് നമ്മൾ ആ ക്യാമറ പിൻവലിച്ചു. അപ്പോൾ തന്നെ ക്യാമറ ഡൗൺ ചെയ്ത് നമ്മളവിടെ നിന്ന് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ടെന്നും അതിൽ ആൾ മരിച്ചുവെന്നും അവിടെ നിന്ന് കാറ് രക്ഷപ്പെട്ടുവെന്നും ആ കാറിൽ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, സ്കൂൾ വിദ്യാർത്ഥിനികളാണ് എന്നൊക്കെയുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുട്ടി അവിടെ കൂട്ടിക്കൊണ്ടുവരുന്നത്. പോലീസ് പറഞ്ഞില്ല ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയാണെന്ന് ഈ പെൺകുട്ടിയുടെ പെരുമാറ്റവും രീതിയും അതിന് മുമ്പ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ കുട്ടി ഇത്രത്തോളം വയലന്റായി നിൽക്കുകയാണ് ഇത് കിട്ടാതായതോടുകൂടി. പിന്നീട് വർഷങ്ങളോളം ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്തു. പിന്നീട് കുറെ കാലം ഇതിനെ ട്രീറ്റ്മെന്റ് കൊടുത്തു പോലീസ്. ഞാൻ പിന്നീട് അന്വേഷിച്ചു. നമ്മൾ ഈ കേസ്, ആ വാർത്ത കഴിഞ്ഞെങ്കിലും ഫോളോ അപ്പ്, അത് വാർത്തയ്ക്ക് വേണ്ടിയല്ല. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു പോകണം എന്ന് എനിക്ക് തോന്നി. അതിന്റെ ആ രംഗം അമ്മയുടെ മുഖത്ത് അടിച്ചുകൊണ്ടാണ് ആ കുട്ടി കയറി പോകുന്നത്. അമ്മയുടെ മുഖത്ത്, അതായത് അമ്മ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. മറ്റൊരു ഉദ്യോഗസ്ഥർക്ക് തൊടാൻ വയ്യ. ഞങ്ങളാരും, വനിതാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, ഞങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല മോളെ, ഒന്നും ചെയ്യുന്നില്ല, മോള് വാ എന്നാ പറയുന്നത്. പിന്നെ തൊടാൻ പറ്റുന്ന അമ്മയ്ക്ക് മാത്രമാണ്. അമ്മയുടെ മുഖത്ത് ആ കുട്ടി അടിച്ചു. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേഷനിലെ CCTV പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും അടിക്കുന്ന രംഗം അതിനകത്തുണ്ട്. ഉണ്ടാവും, പോലീസിന്റെ അതുണ്ടാവും. കാര്യം പോലീസ് അത് എടുത്തു വെക്കും. നാളെ ഈ കുട്ടി ഈ കേസിന്റെ പേരിൽ, വിളിച്ചു വരുത്തിയതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയി കഴിഞ്ഞാൽ പോലീസിന് ഈ പറയുന്ന വിഷ്വൽ ഒരു തെളിവാണ്. ചോദ്യം ചെയ്യിക്കാൻ വിളിച്ചു വരുത്തിയതിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ പോലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിളിച്ചു വരുത്താൻ പാടില്ല. ഒരു കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടോ മറ്റോ ആണ് അവിടേക്ക് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ആ വീട്ടിൽ വെച്ചോ മറ്റൊന്നും ചെയ്യാൻ ആ വീട്ടുകാർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കുട്ടിയുടെ വയലൻസോ മറ്റു കാര്യങ്ങളോ കാരണം ഇങ്ങോട്ട്
റിക്വസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിലെ ജാതിയോ മതമോ വർഗീയതയോ ഒന്നും പറയുന്നതിനപ്പുറം നമ്മുടെ കണക്കുകൾ, ടേബിളിനകത്ത് കണക്കുകളിൽ ഭൂരിഭാഗവും മറ്റുള്ളവർ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ടേബിൾ, ഈ തന്നിരിക്കുന്ന ടേബിളിനകത്ത് പരിശോധിക്കുമ്പോൾ കൂടുതലും പെൺകുട്ടികളാണ്. പെൺകുട്ടികളും അതിൽ ഉൾപ്പെടുന്ന പ്രതികളുടെ പേരും നോക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ പറയുന്ന പോലീസ് ഇന്റലിജൻസിന്റെ ഒരു കഥയുണ്ട്. പോലീസ് ഇന്റലിജൻസ് തീവ്രവാദത്തിന് ഫണ്ട് ഉപയോഗിക്കപ്പെടണം, ഫണ്ട് ആവശ്യമാണ് തീവ്രവാദത്തിന്. പോലീസ് ഇന്റലിജൻസിന്റെ ഒരു കഥയാണ്. തീവ്രവാദത്തിന് മസ്റ്റായിട്ടും ഫണ്ട് ആവശ്യമാണ്. അത് കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവട സ്ഥാപനം നടത്തിയാലൊന്നും കിട്ടില്ല. ഇത് നിമിഷ നേരം കൊണ്ടാണ്. ലഹരി കച്ചവടത്തിലൂടെ കിട്ടുന്നു. ലഹരി കച്ചവടത്തിലൂടെ മാത്രമേ മറിയുകയുള്ളൂ. മാത്രമല്ല ഇവരുടെ കണക്ഷൻസ്, ഈ പറയുന്ന തീവ്രവാദ പരിപാടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്യുന്നത് മയക്കുമരുന്നാണ്. മയക്കുമരുന്നാണ് ഇതിന്റെ ഒരു ഇന്ത്യൻ രൂപയോ ഡോളറോ ഒന്നുമല്ല കൂടുതലായി കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇത് കൈമാറ്റം, ഈ സാധനം വഴിയാണ് കൈമാറ്റം. അവർക്ക് കിട്ടുന്നത് അവർ അവിടെ കച്ചവടം ചെയ്യും, ഇവർക്ക് കിട്ടുന്നത് ഇവർ ഇവിടെ കച്ചവടം ചെയ്യും. അതിലൂടെയാണ് പണം സമാഹരിക്കപ്പെടുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതും പോലീസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ്. പോലീസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ടി കെ വിനോദ് കുമാർ ഇന്റലിജൻസിന്റെ ADGP ആയിരുന്നപ്പോൾ അദ്ദേഹം ഇരുന്ന സമയത്ത് ഒരുപാട് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ലഹരിക്കടത്തും ഈ പറയുന്ന കുട്ടികൾ ഉപയോഗിക്കപ്പെടുന്നതും എല്ലാമായിട്ട് ഒരുപാട് കാര്യങ്ങൾ. തീവ്രവാദികൾ ലഹരി കച്ചവടത്തിന്റെ ആളുകളാണെന്നുള്ളത് ഏത് NDPS കേസ് ഈ പറയുന്ന MDMA-യുമായി പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ ജോണേട്ടൻ വർഷങ്ങളായിട്ട് ഈ മാധ്യമ രംഗത്തുള്ള ആളാണ്. കഴിഞ്ഞ 8 വർഷത്തെ കണക്ക് ഞാൻ പറഞ്ഞിരുന്നു. 8 വർഷം, കഴിഞ്ഞ 8 വർഷത്തെ MDMA കേസുകൾ എടുക്കുക. പിടിക്കപ്പെട്ട MDMA കേസിൽ എല്ലാത്തിലും ഒരു പെൺകുട്ടി ഉണ്ടാവും. 70% പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് വർഷയോ, ഈ പറഞ്ഞ പോലെ പവിത്രയോ നിമ്മിയോ ആൻസി ജോസഫോ ഒക്കെ ആയിരിക്കും. പിന്നെ മെയിൻ കണ്ണിയിലേക്ക് പോകുമ്പോൾ അത് ഈ പറയുന്ന പോലെ പിന്നെ സീനത്തും സൗദയൊക്കെ ആയിരിക്കും. മെയിൻ കണ്ണിയിലേക്ക് പോകുമ്പോൾ സൗദയെ ചോദ്യം ചെയ്യുമ്പോൾ സൗദ ഇത് ഒഴുക്കി കൊടുക്കുന്നത് മൊത്തം എവിടേക്കാ? കൊച്ചിയിലേക്കായിരുന്നു. കൊച്ചിയിലേക്കാണ് സൗദയെ നല്ല രീതിയിൽ അവർ ചോദ്യം ചെയ്തു. സൗദയ്ക്ക് പിടിച്ചപ്പോൾ സൗദയൊന്നും ഒന്നുമല്ല, ഒരുപാട് താഴെ കിടക്കുന്ന ആള്, ഒരുപാട് താഴെ കിടക്കുന്ന ആള്. സൗദയൊന്നും ഇതിനകത്ത് ഇലിശിപ്പെടുന്ന, ഇതിനകത്തൊക്കെ വളരെ താഴെ കിടക്കുന്ന, എങ്ങേയറ്റം താഴെ കിടക്കുന്ന ആൾക്കാർ ചിലരൊക്കെയാണ് ഈ സൗദിയും ഈരുമൊക്കെ. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഈ പറയുന്ന പോലെ സിനിമാ സെറ്റിൽ ഇത് ഒഴുകുന്നു, സിനിമാ സെറ്റിലുണ്ട്. അതിനപ്പുറം അതിൽ വലിയൊരു മേഖലയായിട്ടുള്ള IT പ്രൊഫഷണൽസിന്റെ ഇടയിലേക്ക് ഇത് വ്യാപകമായിട്ട് ഒഴുകി കൊടുക്കുന്നു. ഇവർക്ക് IT പ്രൊഫഷണലിന് ഒഴുകി കൊടുക്കുമ്പോൾ പലതരത്തിൽ ഉപയോഗപ്പെടും. ആ പെൺകുട്ടികളെ ഈ പറയുന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കാൻ പറ്റും, പിന്നെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, പിന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ പറ്റും. എല്ലാ വിധത്തിലും ഇവരെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവരെ കണ്ണുവെക്കുന്നത്, ഇവരിലേക്ക് കണ്ണുപോകുന്നത്. അതുകൊണ്ടാണ് ഈ പോലീസ് എക്സൈസ് ഒക്കെ കാര്യമായി എന്തെങ്കിലും ഇടപെടലൊന്നും നടത്തുന്നില്ല. എക്സൈസും പോലീസും ഇതിനെ സംബന്ധിച്ചുള്ള ഇടപെടൽ ഇഷ്ടംപോലെ നടത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ മേളിലേക്ക് പോകുന്നില്ല. ഒരു ഘട്ടം എത്തുമ്പോൾ സ്വർണ്ണക്കടത്ത് പോലാണ്. സ്വർണ്ണക്കടത്ത് ഇഷ്ടംപോലെ സ്വർണം പിടിക്കുന്നുണ്ട്. നമ്മളെ കരിപ്പൂരിൽ നിന്നൊക്കെ നിരന്തരം പിടിച്ചുകൊണ്ടിരിക്കുക. ആർക്കാണ് ഇത് വരുന്നത് അറിയോ ജോണേട്ടന്? പലപ്പോഴും ഒരു ജ്വല്ലറിയുടെ പേര് പറഞ്ഞു. അവരിലേക്ക് എന്താണ് അന്വേഷണം പോകാത്തത്? നമ്മളിപ്പോ കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും ഇവരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? അത് പറയപ്പെടുന്നു കേൾക്കുന്നു. ഇതാർക്കാണ് ഇത് വരുന്നത്? വെറുതെ കൊണ്ടൊന്നും ഇവിടെ കുഴിച്ചിടാനല്ലോ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇത് ഉരുക്കി സ്വർണ്ണം ഉരുപ്പടിയാക്കി മാറ്റി കൈമാറാനല്ല ഇത്. അത് ആര് ഉരുക്കുന്നു, ആർക്ക് കൈമാറുന്നു, ആർക്ക് വേണ്ടി ഇത് കൊണ്ടുവരുന്നു? ഇതിന്റെ ഒരു വിപണി വേണ്ടേ? ആരാണ് ഇവിടുത്തെ വിപണി? കാരിയേഴ്സ് മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. ഇപ്പം പിന്നെ സുറാബിയെ പിടിച്ചു. സുറാബി കൊണ്ടുവന്ന എത്രയാ? എനിക്കൊന്ന് പിന്നെ 900 ഗ്രാമിന് 1 കിലോ അടുപ്പിച്ച് അല്ലേ? 900 ഗ്രാം 900 ഗ്രാമോളം ഉണ്ടായിരുന്നു എന്നാണ്. 4 ഇതായിരുന്നു, ക്യാപ്സ്യൂൾസ് ആയിരുന്നു. ചരിത്രത്തിൽ എയർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരുടെ ജീവനക്കാരി ഈ പറയുന്ന പോലെ ശരീരത്തിലെ മലദ്വാരത്തിന് ഒളിപ്പിച്ചാണ് സ്വർണം കടത്തിയത്. അവരവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അവർ ഞെട്ടിപ്പോയി ഇത് അറിഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ പറയുന്ന NDPS കേസുകളുടെ പ്രശ്നം. ഇതിൽ കൊണ്ടുവരുന്ന ആരാന്ന് അറിയുന്നില്ല. കൊണ്ടുവരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കക്ഷികളെ പിടിക്കാൻ പറ്റുന്നില്ല. ഈ പ്രധാനപ്പെട്ട കക്ഷികളെ പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിനൊരു അന്ത്യം കൊടുക്കൂ. നമ്മൾ പറയാൻ പറ്റുന്ന ഒരേ കാര്യം, സമൂഹത്തോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ കുട്ടികളുടെ മൊബൈൽ ഫോൺ മേടിച്ച് മേടിക്കുമ്പോൾ കാണിക്കുന്ന ഒരു ബഹളം ഉണ്ടല്ലോ, അതിനുമപ്പുറം ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിയണം. എല്ലാവരും പറയും കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നു, അവരവരുടെ സാങ്കേതികപരമായിട്ടുള്ള പരിജ്ഞാനത്തിന് അല്ലെങ്കിൽ അറിവിനെ വളർത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത്. അവർ ഗൂഗിളിൽ തിരയുന്നത് അവരുടെ വിദ്യാഭ്യാസപരമായുള്ള വളർച്ചയുടെ ഭാഗമായിട്ടുള്ള, ഇപ്പോൾ ഈവൻ സെക്സ് പോലും തിരഞ്ഞാൽ പോലും അത് വളർച്ചയുടെ ഭാഗമാണ്.
സെക്സ് എഡ്യൂക്കേഷൻ മൊബൈൽ ഗൂഗിളിൽ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത് പോലും അത് അവരുടെ വളർച്ചയുടെ ഭാഗമാണ്. അതെ. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും മൊബൈൽ പിടിച്ച് മേടിക്കുന്നവർ മൊബൈൽ പിടിച്ച് മേടിക്കുന്നതിനും അപ്പുറമായി ഇവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയണം. ഒരു കുട്ടി ഒരു അമ്മയ്ക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന മാറ്റം. അത് ഒരു കുട്ടി ആ അമ്മയുടെ മുഖത്ത് അന്ന് സ്റ്റേഷനിൽ വെച്ച് അടിച്ച കുട്ടി അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ആ അമ്മയ്ക്ക് ഒരു ഞെട്ടലില്ലായിരുന്നു ആ കുട്ടി അടിച്ചപ്പോൾ. ആദ്യമായി ആ അമ്മയെ കുട്ടി അടിച്ചിരുന്നെങ്കിൽ ആ അമ്മയുടെ മുഖത്തുണ്ടാവുന്ന ഭാവവ്യത്യാസം നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ അമ്മയുടെ മുഖത്തൊരു ഭാവവ്യത്യാസം ഇല്ലായിരുന്നു. കാരണം ആ കുട്ടി അതിനു മുമ്പും ആ അമ്മയെ ആക്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായിട്ടൊരു കാഴ്ച കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടുത്തെ മലയാളം വാരിക എവിടെ കിട്ടുമെന്ന് ധനുഷിനോട് ചോദിച്ചു. ഈ അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും മലയാളം വാരിക കിട്ടുമെന്ന് വെച്ചു. മലയാളം പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്ന ലേഖനങ്ങളൊക്കെ വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു മലയാളം വാരിക എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അവൻ എനിക്കൊരു സ്ഥലം പറഞ്ഞു. ഞാൻ അവിടെ പോയി. ഇത് മേടിച്ചിട്ട് ഞാൻ രാത്രി ഒരു 7:30-ക്കാണ് തിരിച്ചു വരുന്നത്. ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു ഹമ്പ് എത്തി. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു ഹമ്പ്, ഇരുട്ട്. ഒരു കുട്ടി ഭയങ്കരമായിട്ട് കിടന്ന് വയലന്റ് ആവുകയാണ്. ഒരു പെൺകുട്ടി ഭയങ്കരമായി കിടന്ന് വയലന്റ് ആവുന്നു. ഇപ്പം ബൈക്കിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ട്. ഈ കുട്ടി യൂണിഫോമാണ്. ഈ കുട്ടിക്ക് ബൈക്കിലിരിക്കുന്ന പയ്യന്റെ കൂടെ നോർമലി പെരുമാറുകയല്ല. ആ കുട്ടി അമ്മ പറയുന്നുണ്ട് നാളെ പോകാമെന്ന് പറയുന്നത്. പക്ഷെ കുട്ടി വളരെ അബ്നോർമലായി പെരുമാറുകയാണ്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് പലതവണ ഹെൽമെറ്റ് തറയിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. ആ ഇരിക്കുന്ന പയ്യന്റെ കയ്യിൽ നിന്ന് പലതവണ ഹെൽമെറ്റ് വീഴുന്നുണ്ട്. അവൻ ഇത് കാല് വെച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. കാലിന്റെ വിരൽ വെച്ചിട്ട് ഇതിനെ എടുത്ത് ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നു അപ്പുറത്തെ സൈഡിൽ. അപ്പൊ എനിക്കൊരു കോൾ വന്നായിരുന്നു. ഞാൻ അത് കോൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ റോഡിന് മറുഭാഗത്ത് അതൊരു ചെറിയൊരു പിന്നെ ഒരു അങ്ങോട്ട് നമ്മൾ ഈ തിരുവനന്തപുരംകാർ പറയുന്ന ഒരു ഭാഷയുണ്ട്. അതിനപ്പുറത്തോട്ട് ഇവരുടെ വീട്ടിലോട്ട് കയറി പോരുന്ന ഒരു മുടുക്കാണ്. ആ മുടുക്കിന്റെ അവിടെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി തീർത്തും അബ്നോർമൽ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. തീർത്തും അബ്നോർമൽ. അത് നിൽക്കാൻ വയ്യ കുട്ടിക്ക് നേരെ ചെവേ. ഏകദേശം ഒരു 10-18-19 വയസ്സുണ്ടാവും. നിൽക്കാൻ വയ്യ കുട്ടിക്ക്. ആ അമ്മ താങ്ങി പിടിക്കുകയാണ്. പിന്നെ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അവരെന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇതൊന്നും കാണാത്ത രീതിയിൽ അവരുടെ മാനസിക ബുദ്ധിമുട്ട് ഇനി ഉണ്ടാകണമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തു പോയി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കാണുന്ന കാഴ്ചകൾ പലരും പുറത്ത് പറയാറില്ല. ചിലപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഞാനിപ്പോൾ ജോണേട്ടനോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ജോണേട്ടനോട് ഇന്നലെ ധനുഷിനോട് സംസാരിച്ചത് ഇത് തന്നെയാണ്. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നീ എന്ന് ഞാൻ ധനുഷിനെ വിളിക്കുന്നത് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് നടന്നവരുമാണ്. അപ്പോൾ എനിക്ക് അവനെ നീ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ അത് ആ രീതിയിലൊക്കെ കമന്റ് വരുന്നുണ്ട്. അങ്ങോട്ടും നീ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ധനുഷിനോട് ഞാൻ പറഞ്ഞു, ധനുഷ് ഞാൻ നിന്നോട് സംസാരിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്ന പൊതുസമൂഹത്തോടാണ്. ഈ പൊതുസമൂഹത്തോടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ജോണേട്ടനോട് സംസാരിക്കുന്ന രീതിയിൽ കുട്ടികളെ ശ്രദ്ധിക്കുക. വലിയൊരു അപകടം പുറത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.